ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് മാപ്പിങ്ങിനെ പറ്റിയാണ് പറയാൻ പോണത്. നെറ്റ്വർക്ക് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഇൻഫ്രാസ്ട്രക്ചർ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള സകലം നിങ്ങൾക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എത്ര സിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ട്, എന്തൊക്കെയാ റൺ ചെയ്യണേ, അങ്ങനത്തെ പറ്റിയ ഒരു ഡീറ്റെയിൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാപ്പിംഗ് അറിഞ്ഞിരിക്കണം. അപ്പം വേറൊന്നല്ല, നമ്മൾ ഇന്നത്തെ ലാബിലും ഇതേപോലെ തന്നെയാണ് ചെയ്യാൻ പോണേ. നിങ്ങളുടെ സിസ്റ്റം, അതായത് ഇപ്പൊ നാറ്റ് ആയതുകൊണ്ട് ഐസൊലേറ്റഡ് ആയി. അപ്പൊ നാറ്റ് മാറ്റിയിട്ട് ബ്രിഡ്ജ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിൻഡോസ് സിസ്റ്റവും നിങ്ങളുടെ കാളി മെഷീനും ഒരേ നെറ്റ്വർക്കിലെ അംഗമായി മാറി. അപ്പം നിങ്ങളുടെ കാളി മെഷീൻ അറ്റാക്കറായിട്ട് കൺസിക്യൂട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വിൻഡോസ് സിസ്റ്റത്തിന്റെ IP നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കാളി ഉപയോഗിച്ച് സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് എൻമാപ്പ് ചെയ്യണേ ഇനീഷ്യൽ, അതായത് റിക്കോണസൻസ്, അതായത് ആദ്യത്തെ ഫേസ്. ഒരു അറ്റാക്ക് തുടങ്ങുന്ന മുമ്പായിട്ട് ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ റിക്കോണസൻസ് ആണ് നിങ്ങൾ ചെയ്യാൻ പോണത്. വൺസ് നിങ്ങൾ ആ ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് പിന്നെ നിങ്ങൾ അറ്റാക്ക് എക്സിക്യൂട്ട് ചെയ്യണത്. അപ്പം റിക്കോണസൻസ് തന്നെയാണ് നല്ലൊരു ഫേസ് ഉണ്ട്, കുറെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഹയർ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. അപ്പൊ ഇപ്പം നിങ്ങൾ ജസ്റ്റ് എൻമാപ്പിനെ പറ്റി മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നെറ്റ്വർക്ക് മാപ്പിംഗ് യൂസ് ചെയ്യുന്ന രണ്ട് യൂസേജ് ആണ് അതിനുള്ളത്. അപ്പം മെയിൻലി എന്ന് പറഞ്ഞാൽ വൺസ് ഒരു കമ്പനി കയറി കഴിഞ്ഞാൽ നിങ്ങൾ ആ കമ്പനിയുടെ വൈഫൈ കണക്ട് ചെയ്താൽ മാത്രം മതി. ആ എൻറ്റയർ എത്ര ഡിവൈസ് ആണ്, അല്ലെങ്കിൽ എൻറ്റയർ എത്ര പേരാണ് കണക്ട് ചെയ്തേക്കണേ, നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും. എത്ര പേരാണ് കണക്ട് ചെയ്തേക്കണേ, എത്ര പേരാണ് ടോട്ടലി കണക്ട് ചെയ്തേക്കണേ, അതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, എങ്ങനെയാണ് അത് റൺ ചെയ്യണേ, വൺസ് നിങ്ങൾ എത്ര പേരെ കണക്ട് ചെയ്ത് അതിന്റെ ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇൻഡിവിജ്വൽ IP ആയിട്ട് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഇൻഡിവിജ്വൽ IPനെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ, അതും നിങ്ങൾ ഈ വരുന്ന ഈ ആഴ്ചയിൽ തന്നെ പഠിക്കും. അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മൾ ടാർഗറ്റ് എങ്ങനെയാണ് സെലക്ട് ചെയ്യണതെന്ന് പഠിക്കണം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാം ഫ്ലോറിൽ കയറാൻ പറ്റത്തില്ല. ഒരു കമ്പനി കയറി കഴിഞ്ഞാൽ എത്ര സിസ്റ്റം ഉണ്ട്, നിങ്ങൾക്ക് ഓരോ സിസ്റ്റത്തിൽ ഇപ്പൊ എണ്ണ എടുക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് ആകെ തരണേന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് മാത്രമേ തരത്തുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും നെറ്റ്വർക്ക് കണക്ഷൻ മാത്രമേ തരത്തുള്ളൂ. ബാക്കി നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിലോട്ടുള്ള ഒരു ലാബാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണേ. അപ്പം ഇന്ന് ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ വീട്ടിലെ ആ വൈഫൈ ആരൊക്കെ കണക്ട് ചെയ്തേക്കണേന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ലാബ് സ്റ്റാർട്ട് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ വല്ലതും ഉണ്ടോ? അപ്പൊ ഒന്നുകൂടി പറയാം. അപ്പൊ ഇന്ന് ചെയ്യാൻ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് മാപ്പിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോണേ. നിങ്ങളൊരു ഓർഗനൈസേഷനിൽ കയറി കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷന് എത്ര സിസ്റ്റം ഉണ്ട്, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു വെർച്വൽ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾ ഓരോ ഫ്ലോറിൽ കയറി അല്ലെങ്കിൽ ഓരോ കമ്പനി കയറി സിസ്റ്റം എണ്ണ പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഈ എൻമാപ്പ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എൻറ്റയർ ആ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം സ്കാൻ ചെയ്ത് എത്ര സിസ്റ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻമാപ്പ് ചെയ്യാൻ പോണേ. അപ്പൊ നമുക്ക് ഈ എക്സ്പെരിമെന്റ് ചോദിച്ചോ. പിന്നെ ഇത് സ്ക്രീന് കാണുന്നില്ല. ഇല്ലില്ല, ഷെയർ ചെയ്തിട്ടില്ല. ഷെയർ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പം ഈ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് എത്ര പേരാണ് നിങ്ങളുടെ വൈഫൈ കണക്ട് ചെയ്തേക്കണേ അതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിന് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒറാക്കിൾ വെർച്വൽ ബോക്സിൽ പോവാ. ജസ്റ്റ് ആ ഒരു സെറ്റിംഗ്സ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. നെറ്റ്വർക്കിന്റെ ഈ ഒരു സെറ്റിംഗ്സ് മാത്രം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ മെയിൻ സിസ്റ്റം കാളി മെഷീൻ രണ്ട് ഒരേ ഒരു നെറ്റ്വർക്കിന്റെ അകത്ത് ആയി മാറി. അതായത് വെർച്വലി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെപ്പറേറ്റ് ഡിവൈസായി മാറും. നിങ്ങൾ കാളി മെഷീനും വിൻഡോസും കൂടി രണ്ട് സെപ്പറേറ്റ് ഡിവൈസായി മാറി ഒരേ ഒരു വൈഫൈയുടെ കീഴിൽ കണക്ഷൻ ആയിരിക്കും കിട്ടുന്നത് അവർക്ക്. സെറ്റിംഗ്സിൽ പോവാ. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഇവിടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ നാറ്റ് മാറ്റി ബ്രിഡ്ജ് ആക്കിയാൽ മാത്രം മതി. അത്രയും ചെയ്താൽ മതി. വൺസ് ബ്രിഡ്ജ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു കൊടുക്കാം. അതിനൊപ്പം തന്നെ ഇവിടെ ഒരു അഡാപ്റ്റർ 2 എന്ന് പറഞ്ഞു കൂടി ക്ലിക്ക് ചെയ്തേരെ. അഡാപ്റ്റർ 2 എനേബിൾ നെറ്റ്വർക്ക് അഡാപ്റ്റർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നാറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഒരെണ്ണം ബ്രിഡ്ജ് കൊടുത്തേരെ, രണ്ടാമത്തെ നാറ്റ് എന്ന് പറഞ്ഞു കൊടുത്തേരെ. അത്രയും ചെയ്താൽ മതി. ഓക്കെ കൊടുക്കുക. എന്നിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുക.
ഓക്കെ, കാളി കാളി. അപ്പൊ വൺസ് ഇത് സിസ്റ്റം ഓൺ ആയി കഴിഞ്ഞു. പറഞ്ഞോ. ഒന്നുകൂടി ഇത് പറഞ്ഞു സെറ്റിംഗ്സിൽ എന്തൊക്കെയായി. ഓക്കെ, സെറ്റിംഗ്സ് ജസ്റ്റ് ഈ ഒരു ചേഞ്ച് മാത്രം ചെയ്താൽ മതി. ഇവിടെ സെറ്റിംഗ്സിൽ പോവാ, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാം. ഈ അഡാപ്റ്റർ 1 ഈ അറ്റാച്ച് ടു നാറ്റ് ആയിരിക്കും കാണുന്നത്, അത് ബ്രിഡ്ജ് ആക്കിയാൽ മതി. ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് അഡാപ്റ്റർ 2 പോവാ, എന്നിട്ട് അറ്റാച്ച് ടു ഇവിടെ നാറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ മതി. ഈ അഡാപ്റ്റർ 2 ചാടുന്നില്ല. അഡാപ്റ്റർ 2 അവിടെ വരുന്നില്ല, ആവുന്നില്ല. ഇല്ല, മറ്റേ വെർച്വൽ മെഷീൻ സ്റ്റാർട്ട് ആണോ, ഓൺ ആയിരിക്കുവാണോ? അത് ഓണാണ്. അത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് വേണം ഇത് മാറ്റാൻ കേട്ടോ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആഡ് ആവത്തില്ല. അപ്പൊ എന്തുകൊണ്ടാ ഇത് വെർച്വൽ മെഷീൻ ആയതുകൊണ്ടാട്ടോ നമ്മൾ ഈ രണ്ടാമത്തെ അഡാപ്റ്റർ നാറ്റ് കൊടുത്തേക്കുന്നത്. കാരണം വേറെ ഒന്നല്ല, വെർച്വൽ മെഷീനിലെ ഈ ബ്രിഡ്ജ് അഡാപ്റ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നെറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യണേ റിയൽ വേൾഡ് ചെയ്യണതാണ്. നമ്മൾ ഇതിനകത്ത് സിമുലേറ്റഡ് ആണ് ചെയ്യണത്. അപ്പൊ റിയൽ വേൾഡിൽ നിന്ന് 2 വേറെ സിസ്റ്റം ഒരേ ഒരു കമ്പനിയുടെ അണ്ടറിൽ കണക്ട് ചെയ്യണ പോലെയാണ് റിയൽ വേൾഡിൽ വരുന്നത്. സിമുലേറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ വെർച്വൽ മെഷീൻ യൂസ് ചെയ്യണത്. അപ്പൊ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ വേൾഡ് കേസ് പോലെ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് വെർച്വൽ മെഷീനിൽ തന്നെ പഠിച്ച് തന്നെ ചെയ്ത് അതൊരു പ്രാക്ടീസ് ആയിട്ട് വേണം പിന്നെ റിയൽ വേൾഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കമ്പനിയിൽ ഇപ്പോൾ ഒരാളും കൂടി വന്ന് അവരൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വിചാരിക്കും, അവർക്കൊരു പുതിയ ലാപ്ടോപ്പ് കിട്ടി, അവർ ആ വൈഫൈ കണക്ട് ചെയ്ത് അത്രയും ചിന്തിച്ചാൽ മതി. അപ്പൊ അവർ ആ നെറ്റ്വർക്കിന്റെ കീഴിലായി. അപ്പൊ ബ്രിഡ്ജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നിങ്ങൾ എല്ലാവരും കൂടി ഒരേ ഒരു നെറ്റ്വർക്കിന്റെ അകത്തോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിഡ്ജ് ചെയ്യിപ്പിച്ചത്. അത് ഈ ലാബ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ചുകൂടി ഐഡിയ കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് നെറ്റ്വർക്കിംഗിന്റെ അണ്ടറിൽ വരണയാ ഇതെല്ലാം. അപ്പൊ നെറ്റ്വർക്കിംഗ് നിങ്ങൾ കോഴ്സ് പഠിച്ചവര് അല്ലെങ്കിൽ CCNA പഠിച്ചവര്, അപ്പൊ അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കത്തും. ഓരോരുത്തരും ഓരോ പഠിത്തമുണ്ട്. ഇപ്പൊ നെറ്റ്വർക്കിംഗ് പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ നെറ്റ്വർക്ക് ലെവൽ ഓഫ് അറ്റാക്ക് ചെയ്യണത്. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ എല്ലാം ഒരു സമ്മറി പോലെയാണ് ഈ സൈബർ സെക്യൂരിറ്റി. എല്ലാത്തിന്റെ അവിടുന്ന് ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് ആണ് എല്ലാ ടെക്നോളജിന്ന്. അപ്പൊ നിങ്ങളിപ്പോ സിസ്റ്റം ആക്സസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ എവിടെയെങ്കിലും ഒരു സിസ്റ്റം ആക്സസ് ചെയ്യുകയാണെങ്കിൽ അവന് ഏതായിരിക്കും സർഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ചെയ്താൽ നോക്കും, റൗട്ടർ നോക്കും. അപ്പൊ റൗട്ടർ ലെവൽ ഓഫ് അറ്റാക്ക് ആണ് നിങ്ങൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലെവൽ ഓഫ് അറ്റാക്ക് ആണ് നിങ്ങൾ നോക്കണേ. ഇപ്പൊ എതിരാളി അവനൊരു എന്തെങ്കിലും ആപ്പ് വല്ല ഹോസ്റ്റ് ചെയ്യുന്ന വിചാരിക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് വല്ല ഹോസ്റ്റ് ചെയ്യുന്ന വിചാരിക്കുക. അപ്പൊ ആ വെബ്സൈറ്റിന്റെ URL വെച്ച് നമുക്ക് IP കണ്ടുപിടിച്ച് അത് വേറെ ലെവൽ ഓഫ് അറ്റാക്ക്, അത് വെബ് ബേസ്ഡ് ആയി മാറി. അപ്പൊ ഓരോ ലെവൽ ഓഫ് അറ്റാക്കിനും ഓരോ ലെവൽ ഓഫ് പഠിത്തം നിങ്ങൾ പഠിക്കണം. ഇതിപ്പോ നെറ്റ്വർക്ക് ലെവൽ ആയതുകൊണ്ട് നിങ്ങൾ നെറ്റ്വർക്കിന്റെ ലേയേഴ്സും കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പൊ എല്ലാത്തിന്റെ ഒരു സമ്മറിയാണ് ഇതെന്ന് പറഞ്ഞാൽ ബിറ്റ്സ് ആൻഡ് പീസസ് ആണ്, പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്. കാരണം ഓരോ ലെവലില് ഓരോ പഠിത്തമാണ് വേണ്ടത്. ഇതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യണം, റിസർച്ച് കുറെ ചെയ്യണം. അത് ചെയ്താലാണ് നമ്മൾ ഇവിടെ വരണേ. ഇപ്പൊ ഈവൻ ദോ ഈ ലാബ് ചെയ്യണമെങ്കിലും എനിക്ക് ഇതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. പിന്നെ ഇതൊന്ന് 2-3 വട്ടം ചെയ്ത് നോക്കണം. വർക്കൗട്ട് ആയാൽ ഓക്കെ. അപ്പം നമ്മുടെ ഭാഗത്തിനും നമ്മൾ ഇത് മൊത്തം ഇത് പഠിച്ചിട്ടാണ് പിന്നെ ഇത് ചെയ്യിപ്പിക്കണേ. അതേപോലെ തന്നെ നെറ്റ്വർക്കിന്റെ ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഇത് ഈസി ആയിട്ട് നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റണേ, പഠിപ്പിക്കാനും പറ്റണേ. അപ്പൊ ഇതിന്റെ ഒരു സമ്മറി നിങ്ങൾക്ക് കുറച്ചുകൂടി വിഷ്വൽ ആയിട്ട് കാണിക്കണമെങ്കിൽ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ നോക്കിയാൽ മതി, കുറച്ചുകൂടി നിങ്ങൾ വിഷ്വലി മനസ്സിലാവും. അപ്പൊ സപ്പോസ് ഇപ്പം ഒരു കമ്പനിയിൽ നിങ്ങൾ ഫിസിക്കൽ പെൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ജോബ് ഉണ്ട്. നിങ്ങൾ കമ്പനി തന്നെ ഹയർ ചെയ്ത് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ നിങ്ങൾ ചെന്ന് ഡീറ്റെയിൽസ് എല്ലാം തരും, അവര് എൻട്രി ആക്സസ് എല്ലാം തരും. അപ്പൊ നിങ്ങൾ അവിടെ ചെന്ന് ഏതെങ്കിലും അവിടുത്തെ ഒരു ക്യാൻറ്റീനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സൈഡിൽ എവിടെയെങ്കിലും ഒരു ഇരിക്കണ അവിടെ ഒരു വൈഫൈ കണക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കണക്ട് ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾ ആ കമ്പനീനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അത് അവരുടെ കമ്പനി തന്നെ അയച്ചു കൊടുക്കണം. അതിനാണ് ഫിസിക്കൽ പെൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതേപോലെ ഒരു സിനാരിയോ ആയിരിക്കും. ഒരു കമ്പനി കണക്ട് ചെയ്തേക്കുന്ന റൗട്ടറിലും, വൈഫൈ റൗട്ടറാണെന്ന് വിചാരിക്കാം. റൗട്ടർ കണക്ട് ചെയ്യുന്ന 4 ഡിവൈസ് ആണ്. നിങ്ങൾ പുറമേ നിന്ന് വന്ന ഒരാളാണ്. നിങ്ങൾ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കേബിൾ വഴി കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ വൈഫൈ വഴി കണക്ട് ചെയ്യാം. വൺസ് നിങ്ങൾ ആ നെറ്റ്വർക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാക്കി 4 പേരെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇവരെന്താ ചെയ്യണേ, അല്ലെങ്കിൽ അപ്പൊ അതാണ് നിങ്ങൾ ഈ ഒരു ലാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതേപോലത്തെ ഒരു ലാബാണ് നമ്മൾ ഇന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്.
അപ്പൊ അതിനകത്ത് നമ്മുടെ ഈ വിക്ടിം എന്ന് പറഞ്ഞ നമ്മുടെ വിൻഡോസ് മെഷീനാണ്. എന്നിട്ട് നമ്മൾ അറ്റാക്കർ യൂസ് ചെയ്യണേ കാളി മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യണേ. അത്രയും ചിന്തിച്ചാൽ മതി. അഡാപ്റ്റർ ട്യൂബ് ചാടുന്നില്ല. അഡാപ്റ്റർ എനിക്കത് ആ വെർച്വൽ ബോക്സ് അപ്ഡേറ്റഡ് അല്ലാത്തതുകൊണ്ടായിരിക്കും. ആ എക്സ്റ്റൻഷൻ ബാക്ക് ഒന്നുകൂടി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നെ സിസ്റ്റം കംപ്ലീറ്റ്ലി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ റെഡിയാവും. അതോ റെഡി ആയില്ലെങ്കിൽ ആ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചെന്നാൽ മതി. ഓക്കെ. അപ്പൊ ഇത് സെനാരിയോ ഇതാണ്. അപ്പൊ ഈ ഡയഗ്രാം ഒക്കെ ഞാൻ ഡോക്യുമെന്റ്സ് ആയിട്ട് തന്നെ അയച്ചുതരാം നിങ്ങൾക്ക്. അപ്പൊ കാളി സ്റ്റാർട്ട് ചെയ്യാം. കാളി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വിക്ടിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിൻഡോസ് മെഷീനാണ്. അപ്പൊ കാളിനെ വലതുവശത്തോട്ടാക്കാം. എന്നിട്ട് നമ്മുടെ വിക്ടിമായ വിൻഡോസിനെയും ഇടതുവശത്തോട്ടാക്കാം. അപ്പൊ വിൻഡോസിന്റെ ടെർമിനൽ നിങ്ങൾക്ക് ഓൺ ആക്കാൻ പറ്റും. അപ്പൊ ഒന്നെങ്കിൽ CMD കൊടുക്കാം. നമ്മളിവിടെ പവർ ഷെല്ലാട്ടാ യൂസ് ചെയ്യുന്നത്. വിൻഡോസിന്റെ പവർ ഷെല്ലാണ് നമ്മൾ യൂസ് ചെയ്യണത്. പവർ ഷെൽ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ. അപ്പം നമുക്കറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വിക്ടിം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിക്ടിം ആ ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഇപ്പൊ വിക്ടിം ഇതാണ് നമ്മുടെ വിൻഡോസ് ആണെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ വിൻഡോസ് മെഷീൻ ആ നെറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ആ വിൻഡോസ് മെഷീനിന് ഒരു IP കിട്ടും. ഇതേപോലത്തെ ഒരു IP കിട്ടും. അപ്പൊ ആ IP കാണാനുള്ള കമാൻഡ് എന്താ? വിൻഡോസിന്റെ IP കാണാനുള്ള കമാൻഡ് എന്താ? എനിവൺ? IP കോൺഫിഗർ അല്ലേ? അതന്നെ IP കോൺഫിഗർ. അപ്പൊ IP കോൺഫിഗർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസിന്റെ IP കിട്ടും. അപ്പൊ ഇതിനകത്ത് വിൻഡോസിന്റെ IP ഏതാണ്? ഇതിനകത്ത്? അപ്പൊ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. വൈഫൈ കണക്ട് ചെയ്തേക്കണേ. അപ്പൊ വിൻഡോസ് അതന്നെ. അപ്പൊ ഇങ്ങനെ കുറെ ഇങ്ങനെ എഴുതി വരും. ഈതർനെറ്റ്, പിന്നെ വയർലെസ് ലാൻ ലോക്കല്, പിന്നെ വയർലെസ് ലാൻ അഡാപ്റ്റർ വൈഫൈ എന്ന് പറഞ്ഞു വരും. അപ്പൊ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിൻഡോസ് ലാപ്ടോപ്പ് ഏത് രീതിയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. വൈഫൈ ആണെങ്കിൽ നിങ്ങൾ ഈ വൈഫൈ ഓപ്ഷൻ നോക്കാം. ഈതർനെറ്റ് ആണെങ്കിൽ മേലിൽ കാണുന്ന ഈതർനെറ്റ് ഓപ്ഷൻ നോക്കണം. അപ്പൊ ഞാൻ കണക്ട് ചെയ്തേക്കണ വൈഫൈയിലാണ് കണക്ട് ചെയ്തേക്കണത്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പൊ വൈഫൈ നോക്കണമെങ്കിൽ വൈഫൈയിൽ IPv4 അഡ്രസ് ആണ് നോക്കേണ്ടത്. അപ്പൊ IPv4 അഡ്രസ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എന്റെ IPv4 അഡ്രസ് 192.168.1.6. വൺസ് നിങ്ങൾ ആ IP അഡ്രസ് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ സബ്നെറ്റ് മാസ്ക് ആണ് നോക്കണേ. സബ്നെറ്റ് മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 255.255.255.0 255.255.255.0 ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സബ്നെറ്റ് മാസ്ക്. പിന്നെ എന്റെ IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 192.168.1.6. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് എങ്ങനെയാ സ്കാൻ ചെയ്യേണ്ടത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ്വർക്കിംഗ് ആണ് മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ നെറ്റ്വർക്കിംഗിന്റെ ബേസിക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുറച്ച് പഠിക്കാൻ നെറ്റ്വർക്കിംഗിന്റെ. അപ്പൊ IP അഡ്രസ്സും സബ്നെറ്റ് മാസ്കും എങ്ങനെയാണ് ഇത് IP എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഒരു വേസ്റ്റേജ് ഇല്ലാതെ. അപ്പൊ അതിനെയാണ് സബ്നെറ്റിംഗ് എന്നൊക്കെ പറയണത്. അപ്പൊ അങ്ങനെ കുറച്ച് കോഴ്സ് ഉണ്ട് നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള. അത് പഠിച്ചു കഴിഞ്ഞാലാണ് ഏകദേശം ഐഡിയ ഉണ്ട്. പക്ഷേ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് എങ്ങനെയാണെന്ന്. അതായത് നിങ്ങൾ ഹാക്കറുടെ ലെവലിൽ ഇത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, ആ ഒരു നോളജ് വെച്ച് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, അതിന്റെ ലോജിക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സപ്പോസ് നിങ്ങൾ സ്കാൻ ചെയ്യണമെങ്കിൽ ഈ 255.255.255.0 തിയറിയിലോട്ട് ഞാൻ പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ലോജിക് മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ /24 ആണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 255.255.255.0 എന്ന് പറഞ്ഞാൽ ഇതേ സബ്നെറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഏരിയയിലാണ് വരുന്നത്. അപ്പൊ ഈ /24 എന്ന് പറഞ്ഞാൽ അതായത് ഇതിന്റെ പകരമായിട്ടാണ് /24 ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ ഈ IP അഡ്രസ്സിനൊപ്പം /24 ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാസ്റ്റത്തെ ഈ ഒക്ടേറ്റ് മാത്രമേ മാറത്തുള്ളൂ. ആദ്യത്തെ 3 ഒക്ടേറ്റും ഫിക്സ്ഡ് ആയിരിക്കും. ഫസ്റ്റ് 3 ഒക്ടേറ്റ് 192.168.1 ഇത്രയും ഫിക്സ്ഡ് ആയിരിക്കും. ഈ ഒരു ഒക്ടേറ്റ് മാത്രമേ മാറത്തുള്ളൂ. അപ്പം എന്താണ് അതിന്റെ അർത്ഥം? ഇത് മാത്രം നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി.
ഈ ലാസ്റ്റത്തെ ഒക്ടേറ്റ്, അതായത് ഓരോ ഒക്ടേറ്റ്, ഈച്ച് ഒക്ടേറ്റ് 0 തൊട്ട് 255 വരെ പോകും. ഓരോ ഒക്ടേറ്റ്. അതായത് ഈ ഒരു ഒക്ടേറ്റ് 0 തൊട്ട് 255 വരെ പോകും. അതാണ് ഇവിടുത്തെ ഡോട്ട്. ഈ ഒരു ഒക്ടേറ്റ് 0 തൊട്ട് 255 വരെ പോകും. ഈ ഒക്ടേറ്റ് 0 തൊട്ട് 255 വരെ പോകും. ഈ ഒക്ടേറ്റും 0 തൊട്ട് 255 വരെ പോകും. അപ്പൊ നിങ്ങളിത് മൊത്തം സ്കാൻ ചെയ്യുവാണെങ്കിൽ പണി പാളും. നല്ല സിസ്റ്റം വേണ്ടി വരും ഇത് മൊത്തം സ്കാൻ ചെയ്യുവാണെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻഫർമേഷൻ നോട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഇൻഫർമേഷൻ അത് പറയണമെന്ന് പറഞ്ഞാൽ സബ്നെറ്റിംഗ് അത് പറഞ്ഞാൽ ഈ ആദ്യത്തെ 3 255, 250, 200. അതായത് ഈ ആദ്യത്തെ 3 ഫിക്സ്ഡ് ആയിരിക്കും. 192.168.1 വരെ ഫിക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കാളിയിലും അത് സെറ്റ് ചെയ്തത്. ഞാൻ കാളിയുടെ അകത്ത് IF config എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ 3 എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ഈ ലാസ്റ്റത്തെ മാത്രമേ മാറത്തുള്ളൂ. അപ്പൊ സ്കാൻ ചെയ്യുവാണെങ്കിൽ ഈ ലാസ്റ്റത്തെ 0 തൊട്ട് 255 സിസ്റ്റം വരെ സ്കാൻ ചെയ്താൽ മാത്രം മതി. അപ്പം ലോഡ് കുറച്ചുകൂടി കുറയും. അതിനെയാണ് /24 എന്ന് പറയുന്നത്. /24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ 3 ഒക്ടേറ്റ് സെയിം ആയിരിക്കും, ലാസ്റ്റത്തെ മാത്രമേ മാറത്തുള്ളൂ. /16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ഒക്ടേറ്റ് സെയിം ആയിരിക്കും, അതായത് 255.255.0.0 എന്ന് പറഞ്ഞു വരും. /16 ആണോ. /8 ആണെങ്കിലാ 255.0.0.0. അതായത് ഇത് മാത്രം മാറത്തില്ല, ലാസ്റ്റത്തെ 3 ഡിജിറ്റ് മാറും. അതായത് ഇതും 0 തൊട്ട് 255 വരെ പോകും, ഇതും 0 തൊട്ട് ഇതും 0 തൊട്ട്. അപ്പൊ ഏകദേശം എത്രാണ്ട് ലക്ഷം സിസ്റ്റം സ്കാൻ ചെയ്യും നിങ്ങൾ. ഈ രണ്ടാണെങ്കിൽ 255.255.0.0 എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് മാത്രമേ ഒക്ടേറ്റ്. ഇത് തന്നെ 74,000 സിസ്റ്റം ആണ് സ്കാൻ ചെയ്യണത്. കാരണം 255 × 255 സിസ്റ്റംസ് ആണ് സ്കാൻ ചെയ്യണത്. ഏകദേശം എത്രാണ്ട് 1000 സിസ്റ്റം സ്കാൻ ചെയ്യേണ്ടി വരും. സെയിം തന്നെ ഇതാണെങ്കിൽ /16 വരുമ്പോഴാണ് 75,000 അത്രയും സിസ്റ്റം വരും. ഇനി അടുത്ത 3 255 ആണെങ്കിൽ വരും 255 സിസ്റ്റം സ്കാൻ ചെയ്താൽ മാത്രം മതി. അതാണ് 24. അപ്പൊ നിങ്ങൾ ഇവിടെ സ്കാൻ ചെയ്യുമ്പോൾ സബ്നെറ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ 255.255.255.0 ആണ്. അപ്പൊ ഏകദേശം ഈ ഒരു ലാസ്റ്റ് ഒക്ടേറ്റ് മാത്രമേ സ്കാൻ ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 254 PCs മാത്രം സ്കാൻ ചെയ്താൽ മതി. അപ്പൊ അത്രയും ലോഡ് കുറയും. only 254 PC. അപ്പൊ എൻമാപ്പ് സ്കാൻ ചെയ്യുമ്പോൾ /24 പകരം നിങ്ങൾ 16 ചെയ്യുകയാണെങ്കിൽ അപ്പൊ അത് ആലോചിച്ച് നോക്കിയേ, എത്രാണ്ട് 255 × 255 സിസ്റ്റം ആണ് സ്കാൻ ചെയ്യേണ്ടത്. ×255 എന്ന് പറയുമ്പോ തന്നെ സോറി 65,000 ആയി. കണ്ടാ, ആ ഒരു പോയിന്റ് മാറിയപ്പോ തന്നെ ഇത് രണ്ട് മാത്രം സ്കാൻ ചെയ്യുമ്പോ അതായത് /16 ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 65,000 സിസ്റ്റം ആണ് സ്കാൻ ചെയ്യേണ്ടത്. അപ്പൊ ഈ ലാസ്റ്റത്തെ ഈ ഒരു സബ്നെറ്റ് മാസ്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ സ്കാൻ ചെയ്യണേ. ഈ ഒരു നിങ്ങൾ ആ /16 വെച്ച് എൻമാപ്പ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ മണിക്കൂറോളം എടുക്കും മൊത്തം സ്കാൻ ചെയ്ത് തീരുവാണെങ്കിൽ. അതുകൊണ്ട് ഈ സബ്നെറ്റിംഗ് മാസ്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ കരിയറിൽ സ്കാൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആശ്വാസമുണ്ട്, 24 ഉള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരുടെ സിസ്റ്റം നോക്കിയേ. വിൻഡോസിൽ എന്താണ് സബ്നെറ്റ് മാസ്ക് എന്താണ്? 3255.0 ആണ് ലാസ്റ്റ് വരണേ. ചാറ്റിലിട്ടാലും മതി. അപ്പൊ എല്ലാരും /24 വെച്ച് ചെയ്താൽ മതി. കാരണം അതാണ് എളുപ്പം. എല്ലാരും സബ്നെറ്റിംഗ് ചെയ്യാനായിട്ടും ഈ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ആ റൗട്ടർ തന്നെ ആളുകൾ കോൺഫിഗറേഷൻ ചെയ്യാനും അവർക്കും എളുപ്പം ഈ /24 ആണ്. /16 വരണമെന്ന് പറഞ്ഞാൽ വലിയ ഓർഗനൈസേഷനിൽ നിങ്ങൾ കാല് കുത്തുമ്പോഴാണ്. അപ്പൊ വലിയ ഓർഗനൈസേഷൻ അവർ സിസ്റ്റം ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനും, കാരണം അവിടെ കുറെ അഡ്മിനിസ്ട്രേറ്ററും നെറ്റ്വർക്കും പിന്നെ ഫൈനാൻഷ്യൽ ടീമും അങ്ങനെ കുറെ വിഭാഗങ്ങളുള്ള ആളുകൾ വരും. അപ്പൊ അവർക്ക് സെപ്പറേറ്റ് നെറ്റ്വർക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അവിടെയൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ നല്ല ടൈം എടുക്കും. ഓക്കെ, ഇനി നമുക്ക് നേരെ സ്കാനിലോട്ട് പോവാം. ആരോ TV ഓൺ ആക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തില്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് പവർ ഷെല്ലിന്റെ, അതായത് നമ്മുടെ വിൻഡോസിന്റെ IP കിട്ടി.
ഇനി നമുക്ക് നമ്മുടെ കാളിയുടെ ഐ പിയും കൂടി നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തിയറി അനുസരിച്ച് ഈ മൂന്നെണ്ണം, ആദ്യത്തെ മൂന്നെണ്ണം എപ്പോഴും സെയിം ആയിരിക്കും കേട്ടോ. 192.168.1 ഇവിടെ വരെ സെയിം ആയിരിക്കും. ഈ ലാസ്റ്റത്തെ ഒക്ടേറ്റ് മാത്രമേ മാറത്തുള്ളൂ, കണക്കെല്ലാം ശരിയാണെങ്കിൽ. അത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ കണ്ട, അപ്പൊ എനിക്ക് വന്നേക്കണേ കാളിയിലെ ഈ ഐനെറ്റിന്റെ വലതുവശത്ത് കാണുന്ന ഐ പി. അപ്പൊ എനിക്ക് 1.7 കിട്ടിയേക്കുന്നത്. അതായത് ആദ്യത്തെ 3 ഒക്ടേറ്റ് സെയിം ആയിരിക്കും, ലാസ്റ്റത്തെ ഒരു ഒക്ടേറ്റ് മാത്രം മാറി. അപ്പൊ വിൻഡോസിൽ എനിക്ക് 6 ആണെങ്കിൽ കാളിയുടെ എനിക്ക് 7 വന്നേക്കുന്നത്. സബ്നെറ്റ് മാസ്കും സെയിം തന്നെയാണ്, 255.25 സെയിം തന്നെയാണ്. കാരണം കണക്ക് ശരിയായതുകൊണ്ട് അതും സെയിം തന്നെയാണ്. അപ്പൊ ലാസ്റ്റത്തെ ഇത് ഒക്ടേറ്റ് മാത്രമേ. ഇനി വേറെ ഒരു സിസ്റ്റം കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ അവന് 1.8 ആയിരിക്കും കിട്ടുന്നത്. ഇനി വേറെ സിസ്റ്റം ആണെങ്കിൽ 1.9 ആയിരിക്കും. ചിലപ്പോൾ ആ ഓർഡറിലെ പോകത്തില്ല കേട്ടോ. ചിലപ്പോൾ 10 ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ 16 ആയിരിക്കും, ചിലപ്പോൾ 24 ആയിരിക്കും. പക്ഷെ എപ്പോഴും 254 അകത്ത് തന്നെ ആയിരിക്കും. ഒരിക്കലും ഓർഡർ പോകുന്ന യാതൊരു ഉറപ്പില്ല. ചിലപ്പോൾ ജമ്പൾ ചെയ്ത് തന്നെ ആയിരിക്കും വരുന്നത്. ഇനിയാണ് നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്കാൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളിന്റെ പേരാണ് എൻമാപ്പ്. അപ്പൊ എൻമാപ്പ് 2 രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. വിൻഡോസിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, കാളിയിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ വിൻഡോസിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് എൻമാപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിൻഡോസിൽ ടൈപ്പ് ചെയ്യാം. വിൻഡോസിൽ പോയി ബ്രൗസറിൽ പോയി ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ എൻമാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ വിൻഡോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ വിൻഡോസ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ലേറ്റസ്റ്റ് സ്റ്റേബിൾ റിലീസ് എന്ന് പറഞ്ഞ എൻമാപ്പ് setup.exe എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, ഇതങ്ങ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. വൺസ് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പൊ വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിൻഡോസിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലൊരു ചിഹ്നം പോലെ വരും, എൻമാപ്പ് എന്ന് പറഞ്ഞ് ഇതേപോലൊരു ചിഹ്നം വരും. ഇതാണ് വിൻഡോസിലെ ഇൻസ്റ്റാളേഷൻ. കാളിയിലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് കാളിയിൽ പോവാ. എന്നിട്ട് ജസ്റ്റ് റൂട്ടിൽ പോവാ. റൂട്ടിൽ പോകാനുള്ള കമാൻഡ് sudo സ്പേസ് -i കാളി എന്ന് പറഞ്ഞ് പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് എൻമാപ്പ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി എൻമാപ്പിന്റെ കമാൻഡ്സ് എല്ലാം വരും. കാളി പോയിട്ട് ജസ്റ്റ് എൻമാപ്പ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. ഇനിയാണ് നമ്മൾ സ്കാൻ ചെയ്യാൻ പോണത്. അപ്പൊ 2 രീതിയിൽ നമ്മൾ സ്കാൻ ചെയ്യും. നമ്മൾ എൻമാപ്പ് കാളിയിൽ സ്കാൻ ചെയ്യും, അതേപോലെ തന്നെ വിൻഡോസിൽ നമുക്ക് സ്കാൻ ചെയ്യാം. കാരണം വിൻഡോസിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വിൻഡോസിൽ നമുക്ക് സ്കാൻ ചെയ്യാം. അപ്പൊ കാളിയിൽ സ്കാൻ ചെയ്യാൻ നേരത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, എങ്ങനെയാ സ്കാൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ കാളിയുടെ IP എന്താണെന്ന് നമുക്കറിയാം, 192.168.1.7. സ്കാൻ ചെയ്യാൻ നേരത്ത് ഇത് ഇങ്ങനെയാണ് സ്കാൻ ചെയ്യേണ്ടത്. എൻമാപ്പ് -s
ക്യാപിറ്റൽ P 192.168.1 ഇവിടെ വരെയാണ് ഈ 3 ഒക്ടേറ്റ് ആണ് ഫിക്സ്ഡ് ആയിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ അതേപോലെ ഇരിക്കും. .1/24 ഇങ്ങനെ വേണം കൊടുക്കാൻ. ഈ .1 ലാസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ ഒന്നിനാണ്. കമ്പ്യൂട്ടറോട് പറയാണ് നീ ലാസ്റ്റ് ഒക്ടേറ്റ് 1 മുതൽ 254 PC വരെ സ്കാൻ ചെയ്യണം എന്നാണ് ഇത് പറഞ്ഞേക്കണേ. ഈ കമാൻഡ് പറഞ്ഞേക്കണേ ആ നെറ്റ്വർക്ക് കംപ്ലീറ്റ്ലി സ്കാൻ ചെയ്യണം. എവിടുന്നാ ഈ ലാസ്റ്റത്തെ ഒക്ടേറ്റ് 1 തൊട്ട് 254 വരെ PC സ്കാൻ ചെയ്യണം. അതായത് ഈ /24 വെച്ചേക്കണേ. ഇതാണ് കമാൻഡ്. ഏത് ഓർഗനൈസേഷനിൽ പോയാലും നിങ്ങൾ ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്താൽ മതി. ആദ്യം ആ ഓർഗനൈസേഷൻ IP എന്താണെന്ന് കിട്ടിയിട്ട് അതിന്റെ സബ്നെറ്റ് മാസ്ക് വെച്ചിട്ടാണ് സ്കാൻ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ വേറൊരു ചോദ്യം കൂടി ചോദിക്കാം. ഇപ്പൊ സപ്പോസ് എന്റെ IP ഇതാണ് 192.168.3.78 ആൻഡ് സബ്നെറ്റ് മാസ്ക് 255.255.255.0. അപ്പൊ ഇതിന്റെ എൻമാപ്പിന്റെ കമാൻഡ് എന്ന് പറഞ്ഞത് എൻമാപ്പ് ഞാൻ എങ്ങനെയാ സ്കാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് എൻമാപ്പ് -SP ബാക്കി കമാൻഡ് എന്താന്ന് പറഞ്ഞത് ചാറ്റിലിട്ടാലും മതി, കുഴപ്പമില്ല. 192.168.3.1/24. കറക്റ്റ് /24. ഇനി അഥവാ ഇങ്ങനെയാണെങ്കിലാ സബ്നെറ്റ് മാസ്ക് 255.0.0 ആണെങ്കിലാ അപ്പൊ എന്ത് വരും? സബ്നെറ്റ് മാസ്ക് അപ്പൊ 24 മാറ്റിയിട്ട് 16 ആക്കാം. യെസ്, 16 വരും. അപ്പൊ കാര്യം കത്തി. ഇതാണ്, ഇത്രേ ഉള്ളൂ സംഭവം, ഇത്രേ ഉള്ളൂ. 16 എന്ന് പറഞ്ഞു വരും. ഇനി ഇത് 3 ആണെങ്കിൽ /8 എന്ന് പറഞ്ഞു വരും. അങ്ങനെയാണ് 8, 16, 24 ആണ് കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് 16 വരും. നമ്മുടെ ഇപ്പോഴത്തെ ക്ലാസ്സിൽ 24 വരണേ 3255 വരുമ്പോൾ. അപ്പൊ ഇതാണ് കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഏകദേശം ഇതൊന്നും അണ്ടർസ്റ്റാൻഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. ഇനിയാണ് നമ്മൾ റിയൽ വേൾഡിൽ സ്കാൻ ചെയ്യാൻ പോണത്. അപ്പൊ റിയൽ വേൾഡിന്റെ IP എന്റെ ഇതാണ് 1.7 ആയിരുന്നു. അപ്പൊ ഞാനത് 192.168.1.1/24 എന്ന് പറഞ്ഞ് കമാൻഡ് ടൈപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു. ഞാൻ എൻ്റർ അടിക്കുമ്പോൾ അപ്പൊ ആലോചിക്കുക, കാരണം എൻ്റെ ഈ വൈഫൈ റൗട്ടറിൽ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് അവരുടെ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ ഇത് നമ്മുടെ വെർച്വൽ ബോക്സ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഇൻഫർമേഷൻ കിട്ടത്തില്ല. ശരിക്കും കാളി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം തന്നെ കാളിക്ക് വേണ്ടി മാറ്റി തന്നെ വെക്കണം. അപ്പൊ ഇതിപ്പം നമ്മൾ ലാബ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എക്സ്പേർട്ട് ഒക്കെ ആകുമ്പോൾ പിന്നെ നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറ്റിക്കും. അപ്പൊ ഒരു ലാപ്ടോപ്പ് ഡെഡിക്കേറ്റഡ് കാളി ആക്കുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഉത്തരം കിട്ടും. ഇതിനകത്ത് നമുക്ക് കിട്ടും, പക്ഷെ ചിലപ്പം ചില ഇൻഫർമേഷൻ ഒമിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് വെർച്വൽ എൻവയറമെന്റിലാണ് റൺ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്തായാലും കിട്ടും. എൻ്റർ അടിക്കാം, നോക്കട്ടെ. കണ്ട, അപ്പം 1.6 എന്ന് അറിയാം. 1.6 എന്ന് പറഞ്ഞാൽ ഏതവനായിരുന്നത്? എൻ്റെ വിൻഡോസിന്റെ IP ആണ്. കണ്ട, പിടിച്ചതുണ്ട. അപ്പം ഇതാണ് റിസൾട്ട് കിട്ടിയപ്പോ 1.6 കണ്ട, 1.6. പിന്നെ 1.7 എൻ്റെ ആണ്, അത് കാളിയാണ്. ഈ 1.6 വിൻഡോസ് ആണെന്ന് എങ്ങനെയാ മനസ്സിലായെന്ന് അറിയാമോ? അതിന്റെ താഴെ തന്നെ ഇന്റൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരിക്കും. കണ്ട, ഇതാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു. പിന്നെ ഇത് എപ്പോഴും വിചാരിക്കുക, ഇത് 1.1 ആരായിരിക്കും? എപ്പോഴും റൗട്ടർ ആയിരിക്കും. യെസ്, എപ്പോഴും. അതായത് റൗട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു നെറ്റ്വർക്കിന്റെ കേസിൽ അപ്പനായി മാറും. അതായത് അപ്പനാണ് ശരിക്കും പറഞ്ഞാൽ, ബാക്കിയെല്ലാം മക്കളാണ്. കണക്ട് ചെയ്തവരെല്ലാരും മക്കളാണ്. കാരണം അപ്പൻ വഴിയാണ് ഈ IP എല്ലാം തരണത്. അപ്പൊ തന്തപ്പേര് എപ്പോഴും റൗട്ടർ ആട്ടാം. അല്ലെങ്കിൽ വേറെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഗേറ്റ് വേ, എല്ലാത്തിന്റെ വാതില് റൗട്ടറാണ്. അപ്പൊ റൗട്ടർ എപ്പോഴും നമ്പർ 1 ആയിരിക്കും. അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ IP എല്ലാം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ 1.1 എന്ന് പറഞ്ഞു തന്നെ. കിട്ടിയ എല്ലാവർക്കും ഐഡിയ കിട്ടിയാ? ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വിൻഡോസിലും സ്കാൻ ചെയ്യാൻ പറ്റും. ഇതിപ്പോ കാളിയിലാ ചെയ്തത്. നിങ്ങൾക്ക് ഈ സ്കാൻ വിൻഡോസിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഒട്ടുമിക്ക നിങ്ങൾക്ക് കമാൻഡ്സ്, നിങ്ങൾക്ക് ഒരു ആർക്കിടെക്ചർ അറിയാണെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസ് സിസ്റ്റം യൂസ് ചെയ്ത് ഒട്ടുമിക്ക ചില ഹാക്കിങ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. അപ്പൊ നമുക്ക് വിൻഡോസ് മെഷീനിൽ പോയി വിൻഡോസിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. ഇതാണ് എൻമാപ്പ് എന്നിട്ട് ഇതാണ് ആ ആപ്ലിക്കേഷന്റെ പേര്. ഒരു കണ്ണു പോലെ ചിഹ്നം കാണാൻ പറ്റും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ.
ഒരു നെറ്റ് വാച്ചർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. ഉണ്ട് കുറച്ചുണ്ട്. നെറ്റ് വാച്ചർ ഉണ്ട്, IP നെക്സസ് ഇല്ലേ? അതേതാണ്? മറ്റേ അതൊന്ന് ടൈപ്പ് ചെയ്ത് തരുമോ ഏതാന്ന് ചാറ്റില്? നെസസ് ആണ് കറക്റ്റ് ആയിട്ട് ഒന്ന് ആ സ്പെല്ലിംഗ് ഒന്ന് ടൈപ്പ് ചെയ്ത് സ്പെല്ലിംഗ് ഓക്കെ ഓക്കെ പറഞ്ഞു പോയതാ. നമ്മുടെ ഇതാണോ നീ ഉദ്ദേശിച്ചേ? ഇത് ശരിക്കും പറഞ്ഞ IP മാത്രല്ല, സകലത് സ്കാൻ ചെയ്ത് തരും. അതായത് നമ്മുടെ വെബ്സൈറ്റിന്റെ അതന്നെ. ഇത് ശരിക്കും പറഞ്ഞാൽ കമ്പനി പോകുമ്പോഴാണ് അവര് പെയ്ഡ് വേർഷൻ നിങ്ങൾക്ക് തരും. അപ്പൊ ഇതിന്റെ നിങ്ങളുടെ ഹയർ വേർഷനിൽ ഇത് എങ്ങനെ യൂസേജും ചെയ്യണ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരും. എന്നിട്ട് നിങ്ങൾ കമ്പനി പോകുമ്പോൾ ഇതിന്റെ പെയ്ഡ് വേർഷൻ കിട്ടും. അപ്പൊ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഇപ്പൊ www.google.com ആണെന്ന് വിചാരിക്കുക. ആ വെബ്സൈറ്റ് ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആ വെബ്സൈറ്റ് സ്കാൻ ചെയ്യും. അപ്പൊ കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് നമുക്ക് ആ റിസൾട്ട് വരും. അതാണ് ഈ നെസസിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെസസ് ഒരു രക്ഷയില്ലാത്ത ടൂളാണ്. ഇതിനകത്തില്ല, നെറ്റ്വർക്ക് മാപ്പിൽ ഇതില്ല. ഇത് വെബ്സൈറ്റും എല്ലാം ചെയ്തു തരും. നമ്മുടെ ഈ നെറ്റ്വർക്ക് മാപ്പിംഗിന്റെ അകത്ത് ഇതിപ്പോ എൻമാപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നെറ്റ്വർക്ക് മാപ്പിംഗ് മാത്രമേ ചെയ്തുള്ളൂ. ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിന്റെ കംപ്ലീറ്റ് വൾണറബിലിറ്റി കണ്ടുപിടിച്ച് അത് റിപ്പോർട്ട് ആക്കി അതൊരു PDF ഫയലോട്ട് ആക്കി അത് ഇവനെ പറ്റത്തുള്ളൂ, ഈ നെസസിനെ പറ്റത്തുള്ളൂ കേട്ടോ. അത് നല്ല കേട്ടോ പോയിന്റ് ആയിട്ട്. ഇത് ഇങ്ങനത്തെ കുറെ ടൂൾ റിസർച്ച് ചെയ്യണം കേട്ടോ. നിങ്ങൾ റിസർച്ച് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ടൂൾ കുറെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ബേസിക് ആയിട്ട് എൻമാപ്പിലോട്ട് പോവാണ്. അപ്പൊ ഇതാണ് ആ ടൂള്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്പൊ നിങ്ങൾ എൻമാപ്പ് ഇതിപ്പം വിൻഡോസിലായിരിക്കണേ. അപ്പൊ വിൻഡോസിലായതുകൊണ്ട് വിൻഡോസിന്റെ IP ആണ് നിങ്ങൾ വേണ്ടത്. അത് വെച്ചാണ് നിങ്ങൾ ആ സ്കാനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ വിൻഡോസിന്റെ IP എന്ന് പറഞ്ഞാൽ 192.168.1.6 ആണ്. അപ്പം ഇവിടെ ഈ കമാൻഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ പോയി എൻമാപ്പ് എന്ന് പറഞ്ഞ കമാൻഡ് അടിക്കുക. എൻമാപ്പ് -SN ആണ് ഇതിനകത്തുള്ള കമാൻഡ്. -SN കേട്ടാ, -SN 192. നേരത്തെ പോലെ 168.1 വരെ സെയിം ആയിരിക്കും. പിന്നെ ലാസ്റ്റ് 6ന്റെ പകരം, അതായത് IP 6.1.6 ആണ്. അപ്പൊ 1.1/24 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. അപ്പൊ 1 മുതൽ 24 വരെ 254 സിസ്റ്റം നമ്മൾ സ്കാൻ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ജസ്റ്റ് സ്കാൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക, കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. അറ്റാക്കറിനെ പിടിച്ചില്ല, നമ്മുടെ കാളീനെ പിടിച്ചില്ല. പക്ഷെ എന്റെ ഫോണിന്റെ IP ഇതിനകത്ത് പിടിച്ചു. ഇത് സിസ്റ്റമായിട്ട് കണക്ട് ആയതുകൊണ്ടാണ്. ഒരു വട്ടം കൂടി നോക്കട്ടെ, കാരണം വിൻഡോസ് ഞാൻ പറഞ്ഞില്ലേ, വിൻഡോസിന് അതിന്റെ ചെറിയൊരു പരിമിതികളുണ്ട്. വിൻഡോസ് ചിലപ്പം കാളി ഡിറ്റക്ട് ചെയ്യത്തില്ല, കാരണം കാളി മെഷീൻ അറ്റാക്കർ എത്തിക്കൽ ഹാക്കിങ്ങിന് വേണ്ടി ആയതുകൊണ്ട് ഒന്നുകൂടി സ്കാൻ ചെയ്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. നോക്കാം, ഒന്ന് 0 കൊടുത്തൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഇല്ല, കാളീനെ മാത്രം പിടിച്ചില്ല. കാളിയിലോട്ട് പിങ്ക് പോകുന്നുണ്ടോ, കാളി ജീവനോടോ ഇല്ലയെന്ന് അറിയാനായിട്ടുള്ള കമാൻഡ് ഏതായിരുന്നു നമ്മൾ ഫസ്റ്റ്? അതായത് ഒരു സിസ്റ്റം ജീവനോടോ ഉണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട് പിങ്ക് എന്ന് പറഞ്ഞൊരു കമാൻഡാണ്. അപ്പൊ നമുക്കിവിടെ കാളിയുടെ IP നമുക്കറിയാം. കാളിയുടെ IP 1.7 ആണെന്നറിയാം. അപ്പൊ ഇതിനെ നമ്മൾ വിൻഡോസിൽ പിങ് ചെയ്യാൻ പോവാം, ജീവനോടെ ഉണ്ടോ ഇല്ലയെന്ന് നോക്കാനായിട്ട്. ഉണ്ട്, ജീവനോടെ ഉണ്ട്. വിൻഡോസ് ഡിറ്റക്ട് ചെയ്യാത്തതുകൊണ്ടാ. ഒന്നുകൂടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കട്ടെ. ഇല്ല, വിൻഡോസിനെ പിടിച്ചില്ല. ഓക്കെ, കുഴപ്പമില്ല. കാരണം മീൻസ് കാളിനെ അത് കുഴപ്പമില്ല, കാരണം വിൻഡോസ് സിസ്റ്റം ആയതുകൊണ്ട്. പക്ഷെ കാളിയിൽ എല്ലാം പിടിക്കും കേട്ടോ, എല്ലാ ഡിവൈസും കാര്യങ്ങളൊക്കെ പിടിക്കും. കാളി നിങ്ങളുടെ മെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ വേണ്ട, അതിന്റെ ആക്സസ് അൺലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ,
അപ്പൊ ഈ എൻ മാപ്പിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്റെ റൗട്ടർ ഏത് വിൻഡോസിലും ചെയ്തായാലും നമുക്ക് മനസ്സിലായി റൗട്ടർ ഏത് കമ്പനിയുടെ ആണെന്ന് എന്റെ മനസ്സിലായി. എയർടെൽ ആണ് റൗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ഒരു ഫോണും കണക്റ്റഡ് ആണ്, അതും വിൻഡോസ് പിടിച്ച് 1.3 പിന്നെ 1.6 വിൻഡോസിന്റെ IP തന്നെയാണ്. ഇനി എൻ മാപ്പിന്റെ വേറൊരു സംഭവം ഉണ്ട്, അതായത് ഇത് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ പറയുന്ന പേരാണ് സെൻ മാപ്പ്. എങ്ങനെയാണ് നമുക്ക് പിക്ചർ ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു 10-24 സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ കുറച്ചുകൂടി ക്രൗഡഡ് ആയിരിക്കും, നമുക്ക് ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാത്തില്ല, കാരണം കുറെ സിസ്റ്റം വരുവാണെങ്കിൽ. അപ്പം ഇവിടെ റൈറ്റ് സൈഡിൽ ടോപ്പോളജി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ടോപ്പോളജി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഗ്രാഫ് ആയിട്ട് കിട്ടും. കുറെ സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ സിസ്റ്റത്തിന്റെ പുറത്ത് നിൽക്കിയാൽ മതി. അപ്പൊ അവന് ആരാന്ന് എന്താണ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. കുറെ സിസ്റ്റം ഉണ്ടെങ്കിൽ നല്ല രീതിയിലായിരിക്കട്ടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അതേപോലെ കാളിയിലും ഒരു ടൂൾ ഉണ്ട്. കാളിയിൽ പറയുന്ന പേരാണ് സെൻ മാപ്പ് എന്ന് പറയും. ഇതേപോലെ തന്നെ ഗ്രാഫിക്കലായിട്ട് നമുക്ക് കാളിയിലും ചെയ്യാൻ പറ്റും, ഗ്രാഫ് പോലെ. സെൻ മാപ്പ്. സാർ ഒരു കാര്യം ചോദിച്ചോട്ടോ. ചോദിച്ചു. ഇതില് ഞാൻ സ്കാൻ ചെയ്തപ്പോഴേ ആ ഇതേപോലെ അൺനോൺ എന്നും പറഞ്ഞു വന്നു. മറ്റേ സാറിന്റെ സൈഡിൽ മറ്റേ ഇതേപോലെ ഓരോ പേര് എഴുതി കാണിക്കുമല്ലോ നമുക്ക്. ആ അതിൽ അൺനോൺ എന്ന് പറഞ്ഞ അതെന്താ? ഏതാ വിൻഡോസിലാണോ സ്കാൻ ചെയ്തേ? അതെ അതെ, വിൻഡോസിൽ. ആണല്ലേ. അത് എന്താ അൺനോൺ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അടുത്ത ആരെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടോ? ഏതായിരുന്നു IP എന്തായിരുന്നു അതിന്റെ? മീൻസ് പറയണ്ട, IP ഉണ്ടല്ലോ അൺനോണിന്റെ വലത് IP കാണുന്നുണ്ടല്ലോ അല്ലേ? അതായത് അല്ല, മാക്കിന്റെ അടുത്താണ് മറ്റേ ഇതേപോലെ എഴുതിയിട്ടുള്ളത്. ഇതല്ലേ ഇവിടെയാണ് എഴുതിയേക്കണേ, ഇവിടെ അൺനോൺ എന്ന് പറഞ്ഞാൽ എഴുതിയേക്കണേ അല്ലേ? അതെ 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 അതെ. അതിന് തൊട്ട് താഴെ ഒരു IP കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓ ഓ ഓ. അത് വേറെ ഒന്നല്ലടാ, ഒന്നെങ്കിലും ഫോണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിവൈസ് ഡിറ്റക്ട് ചെയ്തായിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ മാപ്പ് വിൻഡോസിൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്കാൻ ചെയ്ത കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടത്തില്ല നമുക്ക്. പക്ഷെ കാളി നീ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ആ ഫോണിന്റെ പേരോ ഡീറ്റെയിൽസോ വല്ലതും വരും. ഇപ്പൊ എനിക്ക് ഇവിടെ അൺനോൺ വന്നിട്ടുണ്ട്, കണ്ട ഇവിടെ ഒരു അൺനോൺ. പക്ഷെ അതാണ് വിൻഡോസിൽ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടടാ. വിൻഡോസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. കാളിയിൽ പക്ഷെ കറക്റ്റ് ആയിട്ട് നമുക്ക് കാളിയിൽ നീ സ്കാൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് വ്യൂ ചെയ്ത് കാണിച്ചിരും. ഇപ്പൊ ഇന്റൽ ആണെങ്കിൽ ഇന്റൽ കാണിച്ചിരും, കണ്ട. അപ്പൊ കാളിയിൽ കറക്റ്റ് ആയിട്ട് ഫോൺ ആണെങ്കിൽ ഫോൺ ഏതോ വരെ കാണിക്കും. റെഡ്മി ആണെങ്കിൽ റെഡ്മി കാണിക്കും, ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ കാണിക്കും. കാളിയിൽ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നത്. വിൻഡോസിൽ കുറച്ചൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാളിയിലൊന്ന് ചെയ്ത് നോക്കട്ടാ, ടൈം കിട്ടുമ്പോൾ കാളിയിലൊന്ന് ചെയ്ത് നോക്ക്. അപ്പം ഗ്രാഫിക്കൽ നമുക്ക് കാളിയിലും ചെയ്യാൻ പറ്റും. അതിനുള്ള കമാൻഡ്സ് സാർ ഞാൻ കാളി ചെയ്തപ്പോഴേ എനിക്ക് മറ്റേ ഇതേപോലെ ഹോസ്റ്റിംഗ് സപ്പ് അങ്ങനെ പറഞ്ഞ എഴുതി കാണിക്കുന്നത്. മറ്റേ ഇൻഫർമേഷൻ വരുന്നില്ല അല്ലേ? ഇല്ല ഇല്ല. വെർച്വൽ ബോക്സിന്റെ റൂട്ടിലാണ് ചെയ്തേക്കുന്നത്. ഒന്ന് റൂട്ടിൽ പോയി ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കിയേ. ഓ, റൂട്ടിൽ തന്നെ ഇരിക്കുന്നത്. റൂട്ട് സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തരുമോ അതിന്റെ? ഓ ഓ. ആ എത്തിക്കൽ ഹാക്കിംഗ് ഗ്രൂപ്പിലോട്ടൊന്ന് ഇട്ടേരാ കേട്ടോ സ്ക്രീൻഷോട്ട്. സ്കാൻ ചെയ്ത് തെറ്റിപ്പോയടാ, വേറെ ഒന്നല്ല. സ്കാൻ ചെയ്ത് തെറ്റിപ്പോയി. നിന്റെ ആ
കാളിയിൽ പോയി IF കോൺഫിഗ് ടൈപ്പ് ചെയ്ത് എനിക്ക് IP ഒന്ന് അയച്ചു തരുമോ? ജസ്റ്റ് ആ ഓ സ്ക്രീൻഷോട്ട് ഓ സ്കാൻ ചെയ്ത് തെറ്റിപ്പോയി. കാരണം ഇത് മൊത്തം സ്കാൻ ചെയ്ത് കണ്ട 254 സിസ്റ്റം ചുമ്മാ സ്കാൻ ചെയ്തത്. ആ സ്കാനിങ്ങിന്റെ കമാൻഡ് മറ്റേ IP തെറ്റിപ്പോയതാ, വേറെ ഒന്നല്ല. ഓക്കെ, കാളിയിൽ ഇപ്പൊ ഇതിനകത്ത് ഇൻബിൽഡ് ആണ്, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. അപ്പൊ കാളി പോയി ജസ്റ്റ് സെൻ മാപ്പ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. സെൻ മാപ്പ് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ ഇതേപോലെ ഒരു ഗ്രാഫിക്കൽ പോലത്തെ ഒരു യൂസർ ഇന്റർഫേസ് വരും. അതിനകത്ത് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത പോലെ nmap -sn 192.168.1.1/24 പിന്നെ ഇവിടെ സ്കാൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ മതി. .7 കിട്ടി, 1.6 കിട്ടി, 1.3 കിട്ടി, 1.2 കിട്ടി, 1.1 കിട്ടി. ഇപ്പൊ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓരോ സ്കാൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറെ കൂടി, അതായത് കുറച്ച് പേര് കണക്ട് ചെയ്യും, ചിലപ്പോൾ ഡിസ്കണക്ട് ചെയ്യും. അപ്പൊ ഇതിപ്പോ ടോട്ടല് എന്റെ വീട്ടിൽ ഏകദേശം 2 ഫോൺ കണക്റ്റഡ് ആണ്. ആ 2 ഫോൺ ഇതായിരിക്കും, 1.2 1.3. പിന്നെ ഒരു വിൻഡോസ് റൺ ചെയ്യുന്നുണ്ട്, അതാണ് 1.6ഉം. പിന്നെ എന്റെ കാളി റൺ ചെയ്യുന്നുണ്ട് 1.7 കേട്ടാ. എക്സ്റ്റെൻസീവ് സ്കാൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഇന്റൻസ് സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഏത് ടാർഗറ്റ്, ഇപ്പൊ ഇതിനകത്ത് അൺനോൺ നിങ്ങൾക്ക് കാണുന്നില്ലേ, അതുവരെ തുറന്നു വരും. അപ്പൊ കറക്റ്റ് എന്താണ് അൺനോൺ എന്താന്ന് പോലും അതിനകത്ത് എന്താ റൺ ചെയ്യുന്നത്, അത് ഈ ഇന്റൻസീവ് സ്കാൻ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി ജസ്റ്റ് നോക്കാം, എന്നിട്ട് അഥവാ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഈ 190 ഈ ടാർഗറ്റിൽ പോയി IP കൊടുക്കാം. അതായത് ഞാൻ ഇന്ന് കാണിച്ചത്. ഇപ്പൊ ഞാനിത് 1. ഇപ്പൊ ഇത് അൺനോണാ. എപ്പോഴും വിചാരിക്കുക അല്ലല്ല, ഇത് ഇന്റൽ, അതായത് ഇതിന്റെ താഴെയുള്ള ഓക്കെ ഇത് വിൻഡോസ് ആണ്. ഈ 1.3 എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇത് മാത്രം കോപ്പി ചെയ്യാം. അപ്പൊ അൺനോൺ അതിനകത്ത് കാണിക്കണേ. ഞാൻ ഇത് കോപ്പി ചെയ്തിട്ട് നേരെ ടാർഗറ്റിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. സാർ ഫോട്ടോ അയച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നോക്കാം. ഇത് ടാർഗറ്റിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാണ്. .3 ഇത് എന്താണ്, ഈ IP എന്താണ് നമുക്ക് നോക്കാം. എന്നിട്ട് ഇവിടെ സ്കാനിൽ പോയിട്ട് ഇന്റൻസീവ് സ്കാൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ കുറച്ച് നേരം എടുക്കും, എന്നിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് സ്കാൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പൊ പർട്ടിക്കുലർ IP സ്കാൻ ചെയ്ത് ഓക്കെ നോക്കട്ടെ. IF കോൺഫിഗ് എത്ര ഇടാ കിട്ടിയേക്കണ IP? ഒന്നില്ലല്ലോ. ഓക്കെ ഓക്കേടാ. 10.0.2.15 ബ്രിഡ്ജ് നീ ആക്കാൻ മറന്നുപോയിടാ മുഹമ്മദേ. ബ്രിഡ്ജ് കണക്ഷൻ സ്റ്റാർട്ടിങ്ങിന്റെ കുറച്ചു നേരം ബ്രിഡ്ജിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പൊ ബ്രിഡ്ജ് അത് നാറ്റ് എന്ന് പറഞ്ഞാണ് ഞാൻ ആക്കിയത്. നാറ്റ് അല്ല, ബ്രിഡ്ജ് ആക്കണം. 2 അഡാപ്റ്റർ ഉണ്ട്. ആദ്യത്തെ അഡാപ്റ്ററിനെ ബ്രിഡ്ജ് ആക്കാൻ പറഞ്ഞ്, രണ്ടാമത്തെ അഡാപ്റ്ററിനെയാണ് നാറ്റ് ആക്കാൻ പറഞ്ഞത്. ഒന്നുകൂടി പറഞ്ഞു, ഇതാണെടാ. ഇതിനകത്ത് സെറ്റിംഗ്സിൽ പോവാ, നെറ്റ്വർക്കിൽ പോവാ. ഇപ്പൊ ഫസ്റ്റ് അഡാപ്റ്റർ എപ്പോഴും ബ്രിഡ്ജ് ആയിരിക്കണം. സെക്കൻഡ് ഇവിടെ ഒരു അഡാപ്റ്റർ ഉണ്ട്, അത് നാറ്റ് ആക്കിയാൽ മതി. ഇച്ചിരി ടൈം എടുക്കും, ഇത് നോക്കട്ടെ. ഓക്കെ, അപ്പൊ എന്താണ്ടൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ട്, എന്താന്ന് നോക്കാം. മാക് അഡ്രസ് കിട്ടി. ഫോൺ വല്ല ആയിരിക്കും, അല്ല 2 ഫോൺ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇതാരാണ് നോക്കട്ടെ. എന്തെങ്കിലും സർവീസ് വല്ല ഓൺ ആണെങ്കിൽ അപ്പൊ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കയറാനായിട്ട്.
ഞാൻ അതിന്റെ ഡെമോൺസ്ട്രേഷൻ ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഇപ്പൊ എന്തെങ്കിലും ഒരു സർവീസ് ഓൺ ആവുകയാണെങ്കിൽ അപ്പൊ അതുവരെ ഇത് ഡിറ്റക്ട് ചെയ്ത് തരും നമുക്ക്. അപ്പൊ അറിയാം എല്ലാ വെബ്സൈറ്റില് SSH എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിമോട്ട് കണക്ഷൻ എന്തെങ്കിലും ഓൺ ആക്കും. എന്തിനാണെന്നറിയാം അത് ചെയ്യണേ? അതായത് ഡെവലപ്പറിന് അവൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും വെബ്സൈറ്റ് വല്ല വേരിയേഷൻ ചെയ്യണമെങ്കിൽ അവൻ ആ റിമോട്ട് കണക്ഷൻ യൂസ് ചെയ്തിട്ട് അവന് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ അവന് സെർവറിലോട്ട് റിമോട്ട് കണക്ഷൻ ചെയ്ത് ആ വെബ്സൈറ്റ് വേരിയേഷൻ ഉണ്ടാക്കി അവനത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഹാക്കർ അതാണ് മുതലാക്കണേ. അപ്പൊ ആ ഒരു ഓപ്പൺ ഗേറ്റ് വേ അല്ലെങ്കിൽ ആ ഒരു ഓപ്പൺ അയക്കണ ആ പോർട്ട് അതെങ്ങനെ കണ്ടുപിടിക്കും? അത് ഈ Nmap വഴിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇപ്പൊ ക്ലാസ് തീരുന്ന മുമ്പായിട്ട് ഞാൻ ആ പോർട്ട് കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളെ കൊണ്ട് ലൈവ് ഡെമോൺസ്ട്രേഷൻ എങ്ങനെയാണ് ഈ ഹാക്കർ കണ്ടുപിടിച്ച് അത് ചെയ്യണേ. അപ്പൊ ഞാനത് ചെയ്യാനായിട്ട് എന്റെ കാളി തന്നെ ഞാൻ സെർവർ ആക്കാൻ പോവാണ്. കുഴപ്പമില്ല, അത് ഞാൻ ആ ഡെമോ ആയിട്ട് എൻ്റെ ഒരു ഫോൺ ഞാൻ അത് കണക്ട് ചെയ്ത് ഞാൻ ചെയ്യിപ്പിച്ചു തരാടെ നാളെ. അപ്പൊ ഡെമോ ആയിട്ട് നമുക്ക് ആ ഫോണിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് തന്നെ വരും. ഒരു ഫോൺ ഞാനത് കണക്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് തീർന്ന മുമ്പായിട്ട് എങ്ങനെയാണ് സെർവർ ഓൺ ആക്കുക. അപ്പൊ ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതിനകത്ത് ഒരു സർവീസ്, ഒരു ഡെവലപ്പറിനെ ഇത് കണക്ട് ചെയ്യാനായിട്ട് ഒരു റിമോട്ട് സർവീസ് ഞാൻ ഓൺ ആക്കുവാണ്. അതായത് SSH എന്ന് പറഞ്ഞൊരു സർവീസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ. അപ്പൊ റിമോട്ട് ആയിട്ടിരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ എന്റെ കാളി റിമോട്ടിൽ കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് എന്തെങ്കിലും വേരിയേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എന്റെ വിൻഡോസിൽ പോയി ഞാൻ ഒന്നുകൂടി ഒന്ന് സ്കാൻ ചെയ്യുവാണ്. വിൻഡോസിൽ പോയി ഒരു സെക്കൻഡ്. പവർ ഷെല്ലിൽ പോയി നമുക്ക് Nmap കമാൻഡ് പോലെ തന്നെ പവർ ഷെല്ലിൽ പോയാലും കിട്ടും കേട്ടോ. Nmap പോയി കഴിഞ്ഞാൽ ഓക്കെ കിട്ടി. ഓക്കെ, കാളി കണക്റ്റഡ് ആണോ എന്ന് നോക്കാം. ഓക്കെ, എന്തോ ഒരു കാരണവശാൽ നമ്മുടെ വിൻഡോസ് കാളിനെ ഡിറ്റക്ട് ചെയ്യുന്നില്ല. കുഴപ്പമില്ല, അത് കാളിയുടെ ഒരു ഹിഡൻ ഫീച്ചർ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഡിറ്റക്ട് ആവണ്ട എന്തെങ്കിലും പുതിയ വല്ലതും ലേറ്റസ്റ്റ് വല്ല അപ്ഡേറ്റ് ആയിരിക്കും. അപ്പൊ എന്താ പറയുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇപ്പൊ റൗട്ടർ വരും. എന്നിട്ട് പിന്നെ രണ്ടാമത്തെ നമുക്ക് കാണുന്നത് വിൻഡോസിന്റെ IP കാണുന്നത്. മൂന്നാമത്തെ കാളിയുടെയും കൂടി IP വരേണ്ടതാണ്. കുഴപ്പമില്ല, സ്ട്രക്കായി. വൺസ് നിങ്ങൾ IP നിങ്ങൾ ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ IP മാത്രമായിട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആ സ്കാൻ ചെയ്യാനുള്ള കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നിങ്ങൾക്ക് ആ ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ആ ടാർഗറ്റ് ഇവിടെ വെക്കുക. 192.168.1.7 ആണ് എന്റെ കാളിയുടെ IP. ടാർഗറ്റ് ഇവിടെ വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് ആദ്യം ഒന്ന് ക്വിക്ക് സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്വിക്ക് സ്കാൻ ചെയ്ത് ആ കാളി മാത്രം എന്താ റൺ ചെയ്യണേ നമുക്ക് നോക്കാം. ഓക്കെ, ക്വിക്ക് സ്കാനിലൊന്നും വന്നിട്ടില്ല. അപ്പൊ കുറച്ചുകൂടി ഒന്ന് ഇന്റൻസീവ് സ്കാൻ ചെയ്ത് നോക്കാം. ഇന്റൻസീവ് സ്കാൻ ചെയ്തിട്ട് Nmap സ്കാൻ ഷോർട്ട് ഹോസ്റ്റ് ഡൗൺ. ഓക്കെ, Nmap ഇനി അടുത്ത
ഓക്കെ, ഇതിനകത്ത് പറഞ്ഞേക്കണേ 1 പോർട്ട് കണ്ട, ഇതിനകത്ത് ഒരു പോർട്ട് ഓപ്പൺ ആണ്. നമുക്കത് പോർട്സ് ആൻഡ് ഹോസ്റ്റിൽ പോയി നോക്കാം. ടോപ്പോളജി അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് 1 പോർട്ട് ഓപ്പൺ ആണ്. ഓക്കെ, അപ്പൊ ആ പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ SSH എന്ന് പറഞ്ഞൊരു 22, അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, അതായത് ഈ ഒരു കോൺഫിഗറേഷൻ, അതായത് ഈ ഒരു പോർട്ട് ഞാൻ ഓപ്പൺ ആക്കിയതാണ് ശരിക്കും പറഞ്ഞാൽ. SSH എന്ന് പറഞ്ഞൊരു പോർട്ട് ഓപ്പൺ ആക്കി. SSH എന്ന് പറഞ്ഞാൽ പോർട്ട് 22 ആണ് SSHന്റെ പോർട്ട് എന്ന് പറഞ്ഞാൽ. അതാണ് നേരത്തെ വിൻഡോസ് ആയതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാത്തത്. അപ്പൊ SSH എന്ന് പറഞ്ഞ് പോർട്ട് ഇതിനകത്ത് പറയണേ പോർട്ട് 22 ആണ് പോർട്ട് എന്ന് പറഞ്ഞു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻമാപ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ ഈ പോർട്ട് 1 എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ലേ, പോർട്ട് 1 എന്ന് പറഞ്ഞുണ്ട്. ആ 1 22 എന്ന് പറഞ്ഞാണ് വരണേ. കാളി ആയതുകൊണ്ടാണ് വിൻഡോസിൽ കാണിക്കാത്തത്. കുഴപ്പമില്ല, പക്ഷേ ഞാൻ എക്സ്പെരിമെന്റ് ആയിട്ട് നാളെ ഉബുണ്ടു എന്ന് പറഞ്ഞൊരു സിസ്റ്റം റൺ ചെയ്യിപ്പിച്ച് അതിനകത്ത് എക്സ്പെരിമെന്റ് ചെയ്യാം. അപ്പം നമ്മുടെ വിൻഡോസ് സെർവർ ആയതുകൊണ്ടാണ് ഇത് പിടിക്കാത്തത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പിടിക്കുന്നുണ്ട്, അതായത് 1 പോർട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പോർട്ട് 22 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇവിടെ പോർട്സ് ആൻഡ് ഹോസ്റ്റിൽ ഇങ്ങനെ എഴുതി വരണം. ഇത് വിൻഡോസ് സിസ്റ്റം ആയതുകൊണ്ടാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വരാത്തത്. കാളിയിൽ ഇതിനെ അറ്റാക്ക് ചെയ്യണം. ഇതിപ്പോ എന്റെ മെയിൻ വിൻഡോസ് ആയതുകൊണ്ടാണ് ഞാൻ എന്റെ കാളി ഉപയോഗിച്ച് ഇതിനെ അറ്റാക്ക് ചെയ്യാത്തത്. അതുകൊണ്ടാണ് ഞാൻ നേരെ തിരിച്ചു ചെയ്യുക. വിൻഡോസ് ഉപയോഗിച്ച് ഞാൻ കാളീനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമായിരുന്നു. അപ്പൊ വിൻഡോസ് അത് ഡിറ്റക്ട് ചെയ്തില്ല, അത് പ്രശ്നമില്ല. പക്ഷെ പോർട്ട് 22 ഓപ്പൺ ആണെന്ന് മനസ്സിലായി. അതായത് പോർട്ട് 22 ഓപ്പൺ ആണെന്ന് പറഞ്ഞ് 1 പോർട്ട് ഇവിടെ ഓപ്പൺ ആണെന്ന് കാണിക്കും. ശരിക്കും റിയൽ കേസിൽ ഇവിടെ പോർട്ട് 22 എന്ന് പറഞ്ഞ് കാണിക്കും. പോർട്ട് 22 ഓപ്പൺ എന്ന് പറഞ്ഞ് കാണിക്കും. പോർട്ട് 22 എന്ന് പറഞ്ഞ SSH എന്ന് പറഞ്ഞൊരു കണക്ഷനാണ്. അപ്പൊ വൺസ് നിങ്ങൾ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ വിൻഡോസിൽ തന്നെ പവർ ഷെല്ലിൽ തന്നെ പോകാം. നിങ്ങൾക്ക് പവർ ഷെൽ യൂസ് ചെയ്ത് ഞാൻ എന്റെ കാളീനെ റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അതാണ് ഞാനിപ്പോ ചെയ്യാൻ പോണേ. കാരണം ഞാൻ ചെയ്തേക്കുന്നത് പറഞ്ഞ സെനാറിയോ എന്ന് പറഞ്ഞാൽ ഈ കാളിയുടെ അകത്ത് ഞാൻ ആ ഒരു പോർട്ട് ഓപ്പൺ ആക്കി. പോർട്ട് ഓപ്പൺ ആക്കി നമ്മൾ എൻമാപ്പ് യൂസ് ചെയ്ത് ആ പോർട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് ആ പോർട്ട് വഴി ഞാൻ വിൻഡോസ് യൂസ് ചെയ്ത് പവർ ഷെല്ല് വഴിയാണ് കയറാൻ നോക്കുന്നത്. അപ്പൊ ഏകദേശം വിൻഡോസ് യൂസ് ചെയ്ത് പവർ ഷെൽ ചെയ്ത്, അപ്പൊ ഞാൻ വലതുവശത്ത് കാളി വെക്കാം, ഇടതുവശത്ത് വിൻഡോസും വെക്കാം. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് പവർ ഷെൽ ഉപയോഗിച്ച് SSH ആണ് നമ്മൾ ആ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പോർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതാണ് ശരിക്കും ഇങ്ങനെയാണ് ഡെവലപ്പറും കണക്ട് ചെയ്യുന്നത്. അവന്റെ സിസ്റ്റത്തിൽ പോയി SSH വഴിയാണ് കണക്ട് ചെയ്യണത്. അപ്പൊ SSH കണക്ട് ചെയ്യാൻ നേരത്ത് രണ്ട് കാര്യം വേണം. ഒന്ന് ആളുടെ യൂസർ നെയിം വേണം, അതായത് സിസ്റ്റത്തിന്റെ പേര് വേണം. രണ്ടാമത്തെ ആ സിസ്റ്റം ഓപ്പൺ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാസ്വേഡ്. അതായത് ഞാനിപ്പോ ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് 2 കാര്യങ്ങളാണ് ചോദിക്കണേ. ഒന്ന് യൂസർ നെയിം ചോദിക്കും, രണ്ടാമത്തെ പാസ്വേഡ് ചോദിക്കും. അപ്പൊ ഇതിനകത്ത് യൂസർ നെയിം പാസ്വേഡ് കാളി ആയതുകൊണ്ട് ഞാനിപ്പോ ഓപ്പൺ ആക്കി. ആ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തുകൊണ്ടാണ് ഇത് എനിക്ക് ഓപ്പൺ ആയത്. അവൻ സെയിം യൂസ് ചെയ്തിട്ടാണ് SSH വഴി കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു ബ്രൗസർ എല്ലാം ഓൺ ആക്കി വെച്ചേക്കാം. ഇനി ഞാനിത് SSH വഴി റിമോട്ട്ലി, അതായത് വിൻഡോസ് യൂസ് ചെയ്ത് കാളിയിലോട്ട് കണക്ട് ചെയ്യാൻ നോക്കാം. ആദ്യം SSH ഉണ്ടോ എന്ന് നോക്കാം. എന്റെ വിൻഡോസിൽ ഞാൻ SSH ഉണ്ട്. SSH സ്പേസ് കാളി @ പിന്നെ IP കൊടുക്കാം. കാളിയുടെ IP ഏതവനെയാണ് നിങ്ങൾ റിമോട്ട്ലി ആക്സസ് ചെയ്യുന്നത് അതിന്റെ IP കൊടുക്കണം. എന്നിട്ട് എൻ്റർ നിൽക്കാം. കണ്ട യെസ് ഓർ നോ എന്ന് പറഞ്ഞ് ചോദിക്കും. ഞാനിത് വിൻഡോസ് യൂസ് ചെയ്തിട്ടാ കാളീനെ അറ്റാക്ക് ചെയ്യാൻ നോക്കണേ. അപ്പൊ യെസ് പറയും. കണ്ട കാളിയുടെ പാസ്വേഡ് എന്താന്ന് പറയും. കാളിയുടെ പാസ്വേഡ് എന്താ? കാളി. ഇനി എനിക്ക് ഇവിടെ കണ്ട വിൻഡോസ് യൂസ് ചെയ്ത് ഞാൻ എന്റെ ഈ വലതുവശത്ത് ഇരിക്കുന്ന കാളീനെ റിമോട്ട്ലി കൺട്രോൾ. ഇതാണ് ശരിക്കും പറഞ്ഞ ഹാക്കിംഗ്. ഇങ്ങനെയാണ് ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതിനുള്ള പ്രൊസീജിയർ ആണ് ആദ്യത്തെ ഇനീഷ്യലി നിങ്ങൾ എൻമാപ്പ് യൂസ് ചെയ്ത് ആ പോർട്ടിനെ IP-നെ ടാർഗറ്റ് കണ്ടുപിടിച്ച് അതിനെ ഇന്റൻസീവ് സ്കാൻ ചെയ്ത് അത് എത്ര പോർട്ടാ റണ്ണിങ് എന്ന് പറഞ്ഞ് കാണിച്ച്. അപ്പൊ വിൻഡോസ് ആയതുകൊണ്ടാണ് നമുക്ക് വിട്ടായിട്ട് ഇൻഫർമേഷൻ കിട്ടിയത്. പക്ഷെ ഞാൻ നാളെ കറക്റ്റ് ആയിട്ട് ഉബുണ്ടു വെച്ച് തന്നെ ഞാൻ ചെയ്യിപ്പിക്കാം. അപ്പൊ ഏകദേശം നിങ്ങൾ അപ്പൊ ഇതിനകത്ത് ഒരു പോർട്ട് അപ്പാണെന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ അത് എന്ത് പോർട്ടാന്ന് പറയും? 22 ആണെന്ന് പറഞ്ഞ പോർട്ട് ഇവിടെ പോർട്സ് ആൻഡ് ഹോസ്റ്റിൽ പോയി കഴിഞ്ഞാൽ 22 എന്ന് പറഞ്ഞ് കാണിക്കും. വൺസ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരെ പവർ ഷെല്ലിൽ പോവാം. അപ്പൊ പവർ ഷെല്ലിൽ പോയി ഞാൻ എന്റെ വിൻഡോസ് യൂസ് ചെയ്തിട്ടാണ് ഈ വലതുവശത്തിരിക്കുന്ന കാളീനെ കൺട്രോൾ ചെയ്യുന്നത്. എനിക്ക് എല്ലാം ഫയൽ സിസ്റ്റം എല്ലാം എനിക്ക് കാണാൻ പറ്റും. ഡൗൺലോഡ്സിൽ പോവാം. എനിക്ക് വിൻഡോസ് ഇരുന്ന് തന്നെ എനിക്ക് എല്ലാം കാണാൻ പറ്റും. ഇനി എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ എനിക്ക് വേണമെങ്കിൽ അത് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ കാണിച്ചത് എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിനെ മൊത്തത്തിൽ ഫോർമാറ്റ് ചെയ്യിപ്പിക്കാം. 2 കമാൻഡേ ഉള്ളൂ. അത് വെച്ച് നമുക്ക് സിസ്റ്റം ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഈ വലതുവശത്തേക്കിന്റെ കാളിനെ ഷട്ട് ഡൗൺ ചെയ്യാൻ പോവാം. sudo shutdown -h now എന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ പാസ്വേഡും കൂടി ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വലതുവശത്ത് നോക്കാട്ടോ.
കണ്ടാ ഷട്ട് ഡൗൺ ആയതുണ്ടാ. ഇതാണ് സംഭവം. ഇതാണ് ഒരു എത്തിക്കൽ ഹാക്കിങ്ങിന്റെ എസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 5 ഫേസ് ആണുള്ളത്: റെക്കോണസൻസ്, സ്കാനിങ് ആൻഡ് ഇൻഫർമേഷൻ, ഗെയിനിങ് ആക്സസ്, മെയിൻറ്റെയിനിങ് ആക്സസ്, കവറിംഗ് അപ്പ് ദ ട്രാക്സ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലും ഓരോ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ആദ്യത്തെ ഇത് റെക്കോണസൻസിൽ യൂസ് ചെയ്യുന്നതാണ് എൻമാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എൻമാപ്പ് യൂസ് ചെയ്ത് നിങ്ങൾ ടാർഗറ്റിന്റെ ആ ഇൻഫ്രാസ്ട്രക്ചറിനകത്തോട്ട് കയറും. ആ ഇൻഫ്രാസ്ട്രക്ചറിൽ കയറിയിട്ട് എത്ര PC ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ആ PCയുടെ അകത്ത് ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ അതിനെ മാത്രം IP ഫോക്കസ് ചെയ്യും. എന്നിട്ട് അതിനെ മാത്രം ഇന്റൻസീവ് സ്കാൻ ചെയ്യും. എന്നിട്ട് അതിനെ സ്കാൻ ചെയ്തിട്ട് എന്തൊക്കെ പോർട്ട് റണ്ണിങ് ആണോ എന്ന് നോക്കും. എന്നിട്ട് അതിനകത്ത് ഓരോ പോർട്ട് വീതം, ഓരോ പോർട്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഗേറ്റ് വേ ആണ്. ആ ഗേറ്റ് വേ എന്ന് പറഞ്ഞ വാതില ആ സിസ്റ്റത്തിലോട്ട് കയറാനായിട്ട്. അപ്പൊ എത്ര കൂടുതൽ പോർട്ട് ഉണ്ടോ അത്ര കൂടുതൽ പോസിബിലിറ്റി ഉണ്ട് ആ സിസ്റ്റത്തെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ പോർട്ട് എല്ലാ സെർവർ റൺ ചെയ്യുന്നുണ്ടായി. കാരണം വെബ്സൈറ്റ് ഇപ്പോൾ ഒരു റൺ ചെയ്യണമെങ്കിൽ, ഗൂഗിൾ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് റൺ ചെയ്യണമെങ്കിൽ അതിൽ ഒരു പോർട്ട് നമ്പർ അപ്പായിരിക്കണം. ഇപ്പൊ വെബ്സൈറ്റ് എല്ലാം പോർട്ട് റൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ 443 അല്ലെങ്കിൽ പോർട്ട് 80 ആയിരിക്കും. അപ്പൊ ഈ പോർട്ട് നമ്പർ വേറെ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ മെയിൻ വെബ്സൈറ്റ് വല്ലതും ആണെങ്കിൽ, ഇപ്പൊ ഗൂഗിൾ പോലത്തെ വെബ്സൈറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഷോഡാനിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് google.com അല്ലെങ്കിൽ IP എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗൂഗിൾ കൊടുക്കുക, അപ്പൊ ഈ ഗൂഗിളിന്റെ ഏതെങ്കിലും ഒരു സെർവറിൽ പോയി കഴിഞ്ഞാൽ ആ സെർവറിൽ റൺ ചെയ്യുന്ന പോർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് ആ റൈറ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റും. കണ്ടാ ഇത് ഇത്രയും പോർട്ട് കണ്ടാ കുറെ പോർട്ട് ഉണ്ട് ഇതിനകത്ത്. എത്ര കൂടുതൽ പോർട്ട് ഉണ്ടോ അത്രയും കൂടുതൽ ചാൻസസ് ആണ് അറ്റാക്ക് ആകാൻ വേണ്ടി. അപ്പൊ ഈ ബ്ലൂ കളർ ബോക്സ് കാണണമെന്ന് പറഞ്ഞാൽ പോർട്ട് നമ്പറാ. അപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു പോർട്ട് ഉപയോഗിച്ച് ഞാൻ ഈ 22 എന്ന് പറഞ്ഞൊരു പോർട്ട് കണ്ടാ, ഈ ഒരു 22 എന്ന് പറഞ്ഞ പോർട്ട് മാത്രമേ ഞാൻ എന്റെ കാളിയിൽ ഓപ്പൺ ആക്കിയിട്ടില്ല. ആ 22 വെച്ചാണ് ഞാൻ എന്റെ സിസ്റ്റത്തിൽ കയറിയത്. അപ്പോ എത്ര കൂടുതൽ പോർട്ട് ഉണ്ടോ, ഇപ്പൊ സപ്പോസ് അത് കയറാൻ പറ്റില്ലെങ്കിൽ അടുത്ത പോർട്ട് നോക്കണം. അപ്പൊ അതിലെന്താ റണ്ടീന. അപ്പൊ പോർട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതെല്ലാം ബേസിക് ആണ്. അപ്പൊ ജസ്റ്റ് ഇപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ വീട്ടിൽ പോവാ, നെറ്റ്വർക്ക് മാപ്പിംഗ് ചെയ്യുക, മാപ്പ് ചെയ്യുക, നോക്കി എത്ര സിസ്റ്റം കണക്റ്റഡ് ആണെന്ന് നോക്കുക, ഡയഗ്രാം നോക്കുക, IP എന്താന്ന് നോക്കുക, മതി, അത്രയും മതി. അപ്പൊ ബാക്കി ഇനി നാളത്തെ എങ്ങനെയാണ് ഈ IP വെച്ച് ഒരു ലൈവായിട്ട് നമുക്കൊരു വെബ്സൈറ്റ് അറ്റാക്ക് ചെയ്യാം നാളെ കേട്ടോ. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് കുറച്ചുകൂടി ഇന്ന് ജസ്റ്റ് നിങ്ങൾ ഒരു സിസ്റ്റത്തിനാണ് ആക്സസ് ചെയ്തത്. ആ സിസ്റ്റത്തിൽ ഒരു പോർട്ട് ഓപ്പൺ ആയതുകൊണ്ടാണ് നാളെ നമ്മളൊരു വെബ്സൈറ്റ് വഴി എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ കയറണേ. അപ്പൊ നാളെ കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. കത്തിയടെ കാര്യം കത്തിയാവില്ല. എന്തെങ്കിലും മനസ്സിലായ കേട്ടാ? ഒന്ന് ചെയ്ത് നോക്കാട്ടോ. നിങ്ങൾ ലാബ് ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. കാളി ഓപ്പൺ ആക്കി നിങ്ങൾക്ക് വിൻഡോസ് യൂസ് ചെയ്ത് കാളിനെ വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും, റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ ഈ യൂസർ നെയിം പാസ്വേഡ് ഇല്ല, അത് കിട്ടണ്ടേ? അതിനാണ് ഹാക്കിംഗ് പഠിക്കുന്നത്. അവിടെയാണ് നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് വരണം. എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും അതിനാണ് ലാബ് കുറെ ചെയ്യണം. ഇതിന് കുറെ ചെയ്യാനുണ്ട്. ഏകദേശം 10-400ഓളം ലാബെങ്കിലും ചെയ്യണം ഇങ്ങനത്തെ. കാരണം പല രീതിയിലാണ് കിട്ടുന്നത്. ചിലപ്പോൾ ഒരു വെബ്സൈറ്റിൽ കയറി അതിനകത്ത് ഒരു അനോമലി നോക്കിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നെറ്റ്വർക്കിൽ കയറി ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അവൻ വല്ല സെർവർ ഓൺ ആക്കി കാണും, അല്ലെങ്കിൽ ചെറിയ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഓൺ ആക്കി കാണും. അതുവഴി അവന്റെ ഫയൽ വഴി നോക്കുമ്പോൾ ആ യൂസർ നെയിം പാസ്വേഡ് നമുക്ക് കിട്ടും. അപ്പൊ ആ നെറ്റ്വർക്കിൽ കയറിയാൽ മാത്രമല്ല ഇത് കയറി ചെയ്യാൻ പറ്റും, കയറാതെ ചെയ്യാൻ പറ്റും. വെബ്സൈറ്റ് ഓൺ ആണെങ്കിൽ കയറാതെ നമുക്ക് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റിന്റെ അകത്ത് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു വഴിയും കൂടി ഉണ്ട്. വെബ്സൈറ്റ് വഴി എങ്ങനെ ചെയ്യാൻ പറ്റും, നെറ്റ്വർക്ക് ആണെങ്കിൽ നെറ്റ്വർക്ക് വഴി എങ്ങനെ ചെയ്യാൻ പറ്റും, ഇപ്പൊ IoT ആണെങ്കിൽ IoT വഴി എങ്ങനെ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അവൻ തെർമോസ്റ്റാറ്റ് ഓൺ ആയിരിക്കും, അല്ലെങ്കിൽ പ്രിന്റർ ഓൺ ആയിരിക്കും. ആ പ്രിന്റർ വഴി കയറി എങ്ങനെയാണ് അവന്റെ നെറ്റ്വർക്കിൽ കയറി അതെങ്ങനെ കണ്ടു. അപ്പൊ ഓരോത്തിനും ഓരോ പഠിത്തമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓരോത്തിനും ഓരോ ലാബുണ്ട്, ഓരോത്തിനും ഓരോ തിയറി ഉണ്ട്, ഓരോത്തിനും ഓരോ 10-300 ലാബുണ്ട് ഓരോ ടെക്നോളജി പഠിക്കാൻ നേരത്ത്. ഇത് ജസ്റ്റ് ബേസിക് ആട്ടാ, ജസ്റ്റ് ബേസിക്. എങ്ങനെ കയറാൻ പറ്റും അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് എങ്ങനെ ഇനി യൂസർ നെയിം പാസ്വേഡ് എങ്ങനെ കണ്ടുപിടിക്കാം അതിന് തന്നെ കുറെ ലാബ് ഉണ്ട് കേട്ടോ. അപ്പൊ നാളെ നമുക്ക് അതിന്റെ ഒരു ബേസ് ചെയ്ത് ഒരു ലാബ് ചെയ്യാം. നാളെ എങ്ങനെയാണ് യൂസർ നെയിം പാസ്വേഡ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ജസ്റ്റ് ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ വിൻഡോസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാളിനെ റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇന്ന് ജസ്റ്റ് ഈ റെക്കോർഡഡ് സെഷൻ മാത്രം നോക്കിയാൽ കേട്ടോ. വൺസ് നിങ്ങളിപ്പോ കൺട്രോൾ ചെയ്തപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, അതായത് ജസ്റ്റ് ഒരു സ്ക്രീൻ മാത്രമേ കാണത്തുള്ളൂ, വേറെ ഒന്നും കാണത്തില്ല. അപ്പൊ സ്ക്രീൻ നാവിഗേറ്റ് ചെയ്യണമെങ്കിൽ ലിനക്സ് അറിഞ്ഞിരിക്കണം നിങ്ങൾ. നോക്കട്ടാ, ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടാ. കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ടേരാ കേട്ടാ. കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് റിമോട്ട്ലി കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അയച്ചേരാം. ബാക്കി നാളത്തെ ക്ലാസ്സിൽ. ഓക്കെ.